ഹായ് ഓൾ വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. സ്പൈസി ആൻഡ് ഈസിയിൽ ഇന്ന് 3 സ്വീറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ഈ 3 സ്വീറ്റ്സ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ബേസ് പാല്, കുറച്ച് പാൽപ്പൊടി, പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ ഇത് മൂന്നുമാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്ന സാധനമാണ്. കടയിൽ പോയി വാങ്ങണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീട്ടിലുണ്ടാക്കുന്നതിൽ ആകെ പ്രശ്നമുള്ളത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ ഒന്ന് പാല് കുറുകാനുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പമാണ് ചെയ്ത് തീർക്കാവുന്നത്. പിന്നെ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇനി പുറമേ ആരെങ്കിലും വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം എന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വീട്ടിലുണ്ടാക്കി നോക്കാം. ഇതേ ഐറ്റംസ് തന്നെ. അപ്പോൾ അവർക്കും സന്തോഷമാവും, കൊടുക്കുന്ന നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ളവർക്കും അതെ, വീട്ടിലുള്ളവർക്കും അവർ ഇഷ്ടപ്രകാരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. മധുരമൊക്കെ കുറച്ച്, നെയ്യൊക്കെ കുറച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ കടയിൽ നിന്ന് കിട്ടുന്നതിൽ നെയ്യ് തന്നെ പ്യുവർ നെയ്യാണ് ഉപയോഗിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫ്ലേവർ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും. അപ്പോൾ അവർ അതാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഉറപ്പോടെ, വളരെ ടേസ്റ്റോടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഐറ്റംസ് ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങുകയാണെങ്കിൽ ചുരുങ്ങിയതൊരു 1200-1400 രൂപയുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്നത് വളരെ കുറഞ്ഞിട്ടാണ്. ഒരു 500 രൂപയുടെ താഴെ എനിക്കിത് ഉണ്ടാക്കാനുള്ള ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണക്കിലെടുത്ത് നോക്കാം. പിന്നെ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഈ ബേക്കറി ഐറ്റംസ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു. ആദ്യത്തേത് മിൽക്ക് പൗഡർ ബർഫി. ഈ മിൽക്ക് പൗഡർ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് നെയ്യ്. ഈ നെയ്യൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ഈ പാലും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ചൂടാവണം. ഈ ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് പാൽപ്പൊടി ചേർക്കുക. ഞാൻ 2 കപ്പ് പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. 2 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും ഇത് ചേർത്തിട്ട് നന്നായി ഇളക്കുക. കട്ട പിടിക്കാതെ ഇളക്കണം. ഇത് ആദ്യം കുറച്ച് കട്ട പിടിക്കുകയായിരിക്കും. അത് നമ്മൾ നന്നായി ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ ഇതൊരു കട്ടിയായി കിട്ടും. നല്ല സ്മൂത്തായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നന്നായി ഉടച്ചു കൊടുക്കുക. ഇതിന് മാത്രമേ കുറച്ച് സമയം എടുക്കുക കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ ഈ പാല് ഒന്ന് കുറുകി കിട്ടാൻ നല്ല പണിയത്. ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇളക്കേണ്ടി വരും. ഇതാണ് ഇതിൽ ആകെയുള്ളൊരു സമയം കളയണൊരു സാധനം. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി മധുരത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഏലക്കാപ്പൊടി നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് പായസത്തിൽ ഇഷ്ടമല്ല. പായസത്തിൽ ഭയങ്കര ഒരു മണം തോന്നും പായസത്തിലിടുമ്പോൾ. സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം ഭയങ്കരമായിട്ട് തോന്നും. ഇത് എന്നിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിൻ്റെ മോൾ ഭാഗം നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ചെറിയ നമ്മുടെ സ്പൂണില്ലേ, ആ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പിസ്തയും ബദാമും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പിസ്തയും ബദാമും ഇല്ല, കാഷ്യൂനട്ട് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂനട്ട് ഇട്ടോളൂ, കുഴപ്പമില്ല. എന്നിട്ട് ഇതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 4-5 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനൊന്ന് ട്രൈ ചെയ്യാം. സ്ക്വയറാക്കി നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ മുറിച്ചെടുക്കാം. 4-5 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കത് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പ്. ഞാനിതിപ്പോൾ സ്ക്വയറിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ, ഒരു പ്രയാസമില്ല. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് പാൽപ്പൊടിയും പാലിൻ്റെ ആവശ്യമുള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ള സാധനം കിട്ടും. നമുക്കത് കടയിൽ പോയിട്ട് വെറുതെ കടയിൽ പോയി വാങ്ങുന്നതൊക്കെ കടയിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക് മിൽക്ക് ബർഫി. ധൈര്യത്തിൽ ഉണ്ടാക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കും കൊടുക്കാം ധൈര്യത്തിൽ. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം എല്ലാവരും. ഓക്കെ, ഇനി അടുത്തത് ചംചം. ഇതിന് നമ്മൾ പനീറാണ് ഉപയോഗിക്കുന്നത്. പനീർ ഉണ്ടാക്കാൻ കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് നാരങ്ങ നീരൊഴിച്ചാൽ അത് പിരിഞ്ഞു വന്നോളും. പിന്നെ ഇതൊന്ന് നമ്മളൊരു ഒരു ചെറിയൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുക. അപ്പോൾ പനീറായി കിട്ടും. ഒന്ന് കഴുകും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകും കൂടെ ചെയ്യുക പനീർ. ഈ പനീർ നന്നായി കുഴയ്ക്കുക. ഒരു 10 മിനിറ്റോളം, ഒരു 8-10 മിനിറ്റോളം നന്നായി കുഴയ്ക്കുക. അപ്പോൾ ഇത് സ്മൂത്താവാൻ വേണ്ടിയിട്ടാണ് ഈ കുഴയ്ക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്.
ഇത് നമ്മൾ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ആ ഷേപ്പ് ഒന്ന് ശരിക്കും പൊടിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കോൺഫ്ലവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ റോളുകളാക്കാം, നീളത്തിലുള്ള റോളുകൾ. അതിന് ഇതെല്ലാം ഇത് ഫുൾ പനീറും അങ്ങനെ തന്നെ ആക്കിയെടുക്കണം. ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരേ നീളത്തിലും വലുപ്പത്തിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ. അങ്ങനെ കിട്ടില്ല എന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യുക. ഇതിങ്ങനെ എല്ലാം റോളുകളാക്കി എന്നിട്ട് ഈ റോളുകൾ വേവാനുള്ള വെള്ളം വെക്കണം. ഇതിന് നമുക്ക് പഞ്ചസാര ചേർക്കാം. 2 കപ്പ് പഞ്ചസാര, ഒരു 3-4 കപ്പ് വെള്ളം. എന്നിട്ട് ആ പഞ്ചസാര വെള്ളത്തിൽ ഇത് ഇടുക. ഒരു 2 ഏലക്കായ ഇട്ട് ഇത് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പഞ്ചസാരയും വെള്ളവും കൂടെ നമ്മൾക്ക് ആ പനീർ വലിച്ചെടുത്തോളും. അപ്പോൾ ആ പനീറിൽ മധുരവും കൂടെ കിട്ടും. 2 ഏലക്കായയും കൂടി ഇട്ട് നന്നായി തിളയ്ക്കട്ടെ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ റോളിടാം. ഈ റോള് ഈ പഞ്ചസാര വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വലുതാവും. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ അതിൽ പിടിച്ചോളും പനീർ റോൾസിൽ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ. വിചാരിച്ച കഷ്ടമൊന്നുമില്ല, കഷ്ടമുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ ട്രൈ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് പനീറൊക്കെ നമുക്ക് ഒരു 1-2 ഒക്കെ കഴിക്കാം ധൈര്യത്തിൽ. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ഇടുന്നില്ല. ഈ പഞ്ചസാര വെള്ളത്തിലാണ് ഈ പനീർ റോൾസ് തിളപ്പിക്കുന്നത്. അപ്പോൾ അത് അത്രയും പഞ്ചസാര കുറവല്ലേ. കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല മധുരമായിരിക്കും ഈ ചംചം വാങ്ങുമ്പോൾ. ഇത് കുറച്ച് വലിപ്പമായിട്ടുണ്ട്. റോൾസൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്യാം. 15 മിനിറ്റായി 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഒന്ന് തണുത്തോട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ആ പഞ്ചസാരയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചോളും. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്റ്റഫിംഗ് ആണ്. ആ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് 1/4 കപ്പ് നെയ്യ്, അതേപോലെ തന്നെ 1/2 കപ്പ് പാല്, പിന്നെ ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം ക്രീമാണ്. ക്രീം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പാലിൻ്റെ പാട എടുക്കുക. ഞാനിപ്പോൾ ഇത് പാലിൻ്റെ പാട എടുത്തിരിക്കുന്നത്. ക്രീം എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല, അപ്പോൾ ഞാൻ പാലിൻ്റെ പാട എടുത്തിരിക്കുന്നത്. പാലിൻ്റെ പാടയും പിന്നെ പാൽപ്പൊടി, 1 കപ്പോളം പാൽപ്പൊടി. ഇത് പെട്ടെന്ന് കട്ടിയായി കിട്ടും കേട്ടോ. മറ്റേതുപോലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് കട്ടിയാവും. ഇതുപോലെ തന്നെ കട്ട പിടിക്കാതെ നോക്കണം. എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് കടയിൽ നിന്ന് വാങ്ങണതിനേക്കാൾ എല്ലാം ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ തന്നെയാണ് ടേസ്റ്റ്. കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ എന്തോ ഒരു ടേസ്റ്റായി തോന്നാറുണ്ട് ഇപ്പോൾ. ഈ പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് കുറച്ച് പാലിൽ കലക്കി ചുടുപാലിൽ കലക്കിയിട്ട് അത് ഒഴിക്കുക. അഥവാ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ വിടുക. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല കുങ്കുമപ്പൂവ്, അല്ലാതെ തന്നെ നമുക്കത് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഒരു കളർ ചേഞ്ച് വേണമെന്നേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന സ്റ്റഫിങ്. അത് ഓൾറെഡി കിട്ടും. കാരണം കുറേ നേരം പാലിളക്കുമ്പോൾ തന്നെ ഒരു കളർ ചേഞ്ച് വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് കുങ്കുമപ്പൂ ഇട്ടിട്ട് കിട്ടിയ കളറ്. ഇനി അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. പഞ്ചസാര അങ്ങനെ ഇടരുത്, പൊടിച്ചിട്ട് തന്നെ ഇതിൽ ചേർക്കണം. എന്നാലേ അത് നന്നായി മിക്സായി കിട്ടുള്ളൂ. പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കുക. ഇതൊന്ന് തണുത്ത ശേഷം മാത്രം നമുക്ക് സ്റ്റഫിംഗ് ആയിട്ട് വെക്കാം. ആ പനീർ റോൾ എടുക്കുക. പനീർ റോൾ നടുവായിട്ട് ഒന്ന് കീറുക. ആ കീറണ ആ സ്പേസിലേക്കാണ് നമ്മൾ ഈ സ്റ്റഫിംഗ് വെക്കുന്നത്. അത് വയ്ക്കുക. പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഞാൻ അതിൽ ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരകിയത്, ഒന്ന് നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ തേങ്ങ പൊടിയായിട്ട് വാങ്ങാൻ കിട്ടും കടയിൽ, അത് വാങ്ങിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ പണി ചെയ്തത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് പനീർ ബർഫി. പനീർ ബർഫി എന്ന് പറയുന്നത് പനീറിന് ബർഫി തന്നെയാണ്, പനീർ കൊണ്ടുള്ള ബർഫി തന്നെയാണ്. അപ്പോൾ നമുക്കതിന് 2 പാക്കറ്റ് പാലിൻ്റെ പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് പാല് പനീറാക്കിയതാണത്. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. 3/4 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൻ്റെ 3/4 അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർക്കുകയാണ്.
1 കപ്പ് പാൽപ്പൊടി. ഇത് മൂന്നും കൂടെ നന്നായി ഇളക്കുക. വളരെ എളുപ്പം അത്. നമ്മൾ ഈ കടയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തൊക്കെയോ വലിയ സംഭവമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന്. പക്ഷെ അതൊരു പണിയില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മധുരം അത്. പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഒക്കെ തോന്നും. ഇത് അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഒരു പണിയില്ലാത്ത ഒരു കാര്യമാണ് ഈ പനീർ ബർഫി. നന്നായിട്ട് ഇളക്കുക. ഇത് എല്ലാം കൂടെ മിൽക്ക് മെയ്ഡിൻ്റെ ആ മധുരത്തിൽ ഇതെല്ലാം കൂടെ നന്നായി മിക്സായി കിട്ടും. കുറച്ച് കട്ടിയാവും വേണം. അതിലേക്കും നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നന്നായി തിളപ്പിക്കുകയാണ്. കുറച്ച് നേരം ഇളക്കണം എന്നുള്ളതാണ് എല്ലാ മധുരത്തിനും ഈ ഉണ്ടാക്കിയ സ്വീറ്റ്സിൻ്റെയൊക്കെ പ്രത്യേകത. ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടും. പനീറിൻ്റെ ആ ഇത് മിൽക്ക് മെയ്ഡിൻ്റെ ആ മധുരത്തിൽ നല്ല നല്ല രസമാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കട്ടിയാക്കൊന്നും വേണ്ട. അത് കുറച്ച് നേരം സെറ്റാക്കി വയ്ക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് തന്നെ കഴിക്കാം. ഇത് കുറച്ച് തണുക്കാൻ വെച്ച ശേഷം നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറിൽ ആക്കി വയ്ക്കാം. വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം പോലും നിൽക്കാത്ത രീതിയിൽ വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. ശരിക്കും വരണ്ട രൂപത്തിൽ വരും. എന്നിട്ടത് ബട്ടർ പേപ്പറിലാക്കുക. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. എൻ്റെ ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബദാമും പിസ്തയും, ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാഷ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ നിലക്കടല ആണെങ്കിലും കുഴപ്പമില്ല. കാരണം പനീർ അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഏത് നട്ട്സ് ആണെങ്കിലും നന്നായി പോവും. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടൊന്ന് അമർത്തുക. അപ്പോൾ അതെവിടെ അനങ്ങില്ല. എന്നിട്ട് നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞു. ബട്ടർ പേപ്പറിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തു. ഇത് ഓവൽ ഷേപ്പായ കാരണം 2 സൈഡും ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വിടുക. ആ ചെറിയ പീസ് അങ്ങനെ പോയിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ആ അറ്റത്തെ 2 പീസ് പോകുന്നേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക തന്നെ വേണം, നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ. കാരണം കടയത്തെയും നമ്മൾ വീട്ടിലുണ്ടാക്കണം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇതിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഓക്കെ, താങ്ക് യു.